ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ ചാനൽ. ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, മഴയായിരുന്നു, നല്ല കാറ്റായിരുന്നു, കറണ്ടില്ല, പിന്നെ റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ട്. അത് ഈ വീഡിയോയിലുടനീളം നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണ്, മഴയുണ്ടോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കുട്ടികളൊക്കെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. വലിയ പെരുന്നാളല്ലേ നമ്മുടെ ഇന്ത്യയിൽ. അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ പൈസ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും, കിട്ടുന്നതും നമുക്ക് കൊടുക്കുന്നതും ഒക്കെ. അപ്പം അതുപോലെ തന്നെ അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിനൊരു വെറൈറ്റി ആക്കി കൊടുത്താലോ? അതെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മണി കാർഡ് വീഡിയോ ആണ്. അതിനായിട്ട് നിങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും, പിക്സാർട്ടിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. കുറച്ചധികം തന്നെ എടുത്തോളൂ കേട്ടോ. മുസ്ലിം ബേബീസിൻ്റെ ഫോട്ടോയും ഗേൾസ് ആൻഡ് ബോയ്സ്, പിന്നെ കുറച്ച് ഈദ് മുബാറക്കിൻ്റെ ഫോട്ടോസും എടുക്കുക. ശേഷം ഇതായി ഇപ്പോൾ കാണുന്ന പോലെ ക്യാൻവയിൽ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഫോട്ടോയും ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ചെയ്യുന്നത്. അപ്പം ക്യാൻവയെ കുറിച്ച് ഞാൻ പിന്നെ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ശേഷം നമ്മൾ എലമെൻറ്റ്സിൽ പോയിട്ട് ചെറിയ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ വാച്ച് ചെയ്യുക. സംസാരം വേറെ വഴിക്ക്, വീഡിയോ വേറെ വഴിക്കാണെന്ന് അറിയാം. എന്താ പറയുക, ചെറിയ ഇൻസ്ട്രക്ഷൻ തരാനുള്ളതുകൊണ്ടാണ് കേട്ടോ ഡിലേ ആയേ. സോ നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം എലമെൻറ്റ്സ്, നമുക്ക് ഇഷ്ടമുള്ള എലമെൻറ്റ്സ് പോയിട്ട് സെലക്ട് ചെയ്യാം. ഞാൻ കുറേ എലമെൻറ്റ്സ് നോക്കി തപ്പിപ്പിടിച്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. ശേഷം ഒരു എലമെൻറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ തപ്പിപ്പിടിച്ചതിന് ശേഷം തന്നെ അവസാനം എടുത്ത് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു, നല്ല ഭംഗിയുള്ളൊരു ഈദ് മുബാറക്ക് കണ്ടപ്പം ആ ഈദ് മുബാറക്കിനായിട്ട് തട്ടിയിട്ട് ഈ ഈദ് മുബാറക്ക് എടുത്താലോ എന്ന്. അങ്ങനെ ഞാനിതാ ഈ ഗോൾഡൻ ടെംപ്ലേറ്റ് ഇല്ലേ, അതെടുത്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ഞാൻ അങ്ങോട്ട് സൈഡാക്കി, കാണാൻ ഭംഗിയില്ലേ, ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ ഞാൻ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിസൈൻ പോലെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഡിസൈനായിട്ട് കൊടുക്കുന്നുണ്ട് സൈഡിൽ. അതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനെല്ലാത്തിനെയും കൂടി അങ്ങോട്ട് സേവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതാ ഞാൻ ഈദ് മുബാറക്കിനെയും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുമ്പം ഈ ആ ഒരു എന്താ പറയുക, ഫോട്ടോൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ സ്ഥലം ഇട്ടിക്കണം കണ്ടില്ലേ. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കവിടെ പൈസ 10-ൻ്റെയോ 20-ൻ്റെയോ 500-ൻ്റെ ഒക്കെ നോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പൈസ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ വെച്ചെടുത്തതിന് ശേഷം ഇമേജ് സേവ് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ വീണ്ടും ഹോം പേജ് എടുക്കുക. ഹോം പേജ് നമ്മുടെ ഫോട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് A4-ലാണ്. ശേഷം നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കുക. അതിനായിട്ട് റീസെൻ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ A4 ഷീറ്റിൽ നമ്മൾ 8 എണ്ണമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഹൊറിസോണ്ടൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാനാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ലൈൻസ് എടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലൈൻ എടുത്തിട്ട് അതിനെ ഈക്വലായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, ഈ ഒരു പേജിന് ഈക്വലായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലൈൻ ഒന്ന് വലിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കണം. എന്നിട്ട് പിന്നെ അതിന് ഓപ്പോസിറ്റിലും 8 ബോക്സ് ആക്കിയിട്ട് അതിൽ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. കോപ്പി ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓരോ തവണയും ഫോട്ടോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും. വേറെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.